കർണാടക സ്വദേശികളിൽ നിന്ന് 7.5 കോടി തട്ടി കള്ളൻ ബെനറ്റിനെ തൂക്കുവാൻ കർണാടക പോലീസ് കാരക്കോണത്ത്. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ അനസ്തീഷ്യ കൊടുത്തു മയക്കി സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ അടിപടലം വെട്ടിയ മയക്കൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന തീവട്ടി ബെനറ്റിനെ അറസ്റ്റ് ചെയ്യുവാൻ കർണാടക പോലീസ് വീണ്ടും കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തി. കർണാടകത്തിൽ നിന്നുള്ള ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ ഇന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 4ാമത്തെ തവണയാണ് കർണാടക പോലീസ് കള്ളൻ ബെനറ്റിനെ തൂക്കുവാൻ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പക്ഷേ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു സഹകരണവും ലഭിക്കാത്തത് കൊണ്ടാണ് ബെനറ്റിനെ ഇതുവരെ കർണാടക പോലീസിന് അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്തത്. കർണാടക പോലീസ് വരുന്നു എന്ന വിവരം അറിയുന്ന നിമിഷം തന്നെ അത് ചോർത്തിക്കൊടുക്കുകയും കള്ളൻ ബെനറ്റിന് രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ബെനറ്റിനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ബെനറ്റിന്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം MBBSന് സീറ്റ് നൽകാം എന്ന് ഉറപ്പ് കൊടുത്ത് കർണാടക സ്വദേശികളിൽ നിന്നും 7.5 കോടി രൂപ വാങ്ങി കബളിപ്പിച്ചു എന്ന കർണാടക സ്വദേശി ഗഫൂറിന്റെ പരാതിയിന്മേൽ കർണാടക മല്ലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ാം പ്രതിയായ ബെനറ്റിനെ അറസ്റ്റ് ചെയ്യുവാനാണ് ഇന്ന് പോലീസ് എത്തിയിരിക്കുന്നത്. തട്ടിപ്പ് കേസിൽ പ്രതിയായ ബെനറ്റിന് കർണാടക ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുകയും പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയും ചെയ്യുന്നതിനാൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ കർണാടക പോലീസ് എത്തി പ്രതിയായ ബെനറ്റ് എബ്രഹാമിനെ കണ്ടെത്തുന്നതിനായി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതി രാജ്യം വിടാതിരിക്കുവാനായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രക്ഷകർത്താക്കളിൽ നിന്നും തട്ടിയതിന് നിരവധി കേസുകൾ ബെനറ്റിന്റെ പേരിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ബെനറ്റിന്റെ ഇടനിലക്കാരനായിരുന്ന കർണാടക സ്വദേശിയായ ഗഫൂറിനെ പറ്റി 7.5 കോടി തട്ടിയ കേസിലാണ് ഇപ്പോൾ ബെനറ്റിനെ പോലീസ് അന്വേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയാണ് CSI കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ച് തട്ടിപ്പുകൾ നടത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കള്ളൻ ബെനറ്റിനും കൂട്ടാളിയായ മറ്റൊരു കള്ളൻ ബിഷപ്പ് ധർമ്മരാജ റസാലത്തിനും ഇതുവരെ പിടിക്കപ്പെടാതെ എല്ലാ സംരക്ഷണവും ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവർക്കെതിരെയുള്ള ED അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ കൊള്ളമുതൽ ഉപയോഗിച്ചാണ് കള്ളൻ ബെനറ്റ് തിരുവനന്തപുരത്ത് CPIയുടെ പേയ്മെന്റ് സീറ്റ് സ്ഥാനാർത്ഥിയായി സീറ്റ് ഒപ്പിച്ചെടുത്തത്. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ കണ്ണീര് കാണാതെ ഈ കാട്ടുകള്ളൻ ബിഷപ്പിനും ബെനറ്റിനും വേണ്ടുന്ന എല്ലാ സംരക്ഷണവും ഒരുക്കി ഇടതു സർക്കാർ പാളയത്തുള്ള അവരുടെ പ്രധാന ദേവാലയം തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കോടതി വിധികളെല്ലാം എതിരായിട്ടും കാലാവധി കഴിഞ്ഞിട്ടും കള്ളൻ ബിഷപ്പ് ഇതുവരെ LMS കോമ്പൗണ്ട് ഒഴിഞ്ഞു പോകാത്തതും സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. കർണാടകയിൽ നടത്തിയ 7.5 കോടിയുടെ തട്ടിപ്പിൽ ബെനറ്റിനെ കർണാടക പോലീസിന് അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്തതും ഈ കള്ളന് സംസ്ഥാന സർക്കാർ സഹായം നൽകുന്നത് കൊണ്ട് മാത്രമാണ്. ഈ കാട്ടുകള്ളൻ ബെനറ്റിനാണ് കേരള കൗമുദി ദിനപത്രം നല്ല ശബരിയക്കാരൻ അവാർഡ് നൽകി ഇയാളുടെ പേരിൽ ഒരു സൺഡേ സപ്ലിമെന്റ് തന്നെ പ്രസിദ്ധീകരിച്ചു കളഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.